സാർ, ചാലക്കുടിയിൽ ഒരു ഹെലികോപ്റ്റർ വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. 3 കൊല്ലത്തേക്ക് വാടകയ്ക്ക് എടുത്തതാണ്. 3 കൊല്ലത്തേക്ക് വാടകയ്ക്ക് എടുത്തതാണ്. നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ ഓടിയാൽ 90 ലക്ഷവും ഓടിയില്ലെങ്കിൽ 50 ലക്ഷവും പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഗവർണർ അതിലൊന്ന് പറക്കുകയാണ്. അങ്ങനെ പറന്നു കഴിയുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? അതിൻ്റെ ഒരു ശാപമോശം കിട്ടുമോ? അല്ല, മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ അടിയന്തര ഘട്ടത്തിൽ കേരളത്തിന് ഉപയോഗിക്കാനും വേണ്ടി വാടകയ്ക്കെടുത്തതാണ് ഈ ഹെലികോപ്റ്റർ. ഒരു സ്വകാര്യ വ്യക്തിയുടെ കമ്പനിയുടെ ഹെലികോപ്റ്ററാണ്. അത് ചാലക്കുടി പാഡിൽ നിത്യവിശ്രമത്തിലാണ്. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിന് നിശ്ചിത വാടക കൊടുക്കണം. അങ്ങനെ 34 കോടി 80 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. ഇത് ഓടിയാലും ഈ പറഞ്ഞതുപോലെ തുക കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ മണിക്കൂർ വെച്ച് ഓടുന്നതനുസരിച്ച് പറയും. ഇത് വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആപത്ഘട്ടത്തിൽ പോലും നമുക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴും ഇതിന് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല, പറക്കേണ്ടി വന്നില്ല. അപ്പോൾ അത് വയനാട്ടിൽ ഉപയോഗിച്ചു. അപ്പോൾ ഇത് ആപത്ഘട്ടത്തിൽ ഉപയോഗിക്കാതിരിക്കുകയും അവയവമാറ്റ ശസ്ത്രക്രിയ വരുമ്പം തിരുവനന്തപുരത്തേക്കൊക്കെ പറന്നിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സന്ദർഭത്തിൽ. മുമ്പൊന്നും ഒരു മുഖ്യമന്ത്രിമാരും ഇങ്ങനെ സ്ഥിരമായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിട്ടില്ല. ഇപ്പം മഹാരാഷ്ട്രയിലുണ്ട്. അതുപോലെ ഒഡീസ മുഖ്യമന്ത്രിക്കും ഹെലികോപ്റ്ററുണ്ട്, വാടകയ്ക്ക് എടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി ഈ 2ാം തവണ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് ആലോചിച്ചതും ഇങ്ങനെ ഒരു സംഗതി ഒരു സ്വകാര്യ വ്യക്തിയുടെ ഹെലികോപ്റ്റർ വാങ്ങി ഉപയോഗിച്ചില്ലെങ്കിലും വാടക കൊടുത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് കഴിഞ്ഞ ദിവസം അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയിൽ ഒരു 2.4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഖജനാവിൽ നിന്ന്. സർക്കാരിന് പണമില്ലാതെ കഷ്ടപ്പെടുന്ന ഖജനാവ് അടിക്കടി കാലിയായി എന്ന് ധനമന്ത്രി അവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം പാഴ്ചെലവ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് ദുഃഖസത്യം. ഏതായാലും ഇന്ന് ഗവർണർ ആദ്യമായിട്ട് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വയനാട്ടിലേക്ക് യാത്ര ചെയ്തു രാവിലെ. നാളെ അദ്ദേഹം അതേ ഹെലികോപ്റ്ററിൽ കണ്ണൂർ എയർപോർട്ടിൽ ചെന്നിറങ്ങിയതിന് ശേഷം എയർപോർട്ട് വിമാനത്തിലായിരിക്കും തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നത്. അതാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ ഗവർണറിൻ്റെ ആദ്യത്തെ ഉപയോഗം. അങ്ങനെയാണ് വന്നത്. ഇത് ചീഫ് സെക്രട്ടറിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ ആപത്ഘട്ടത്തിൽ ഉപയോഗിക്കാം, അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെൻറ് ഇത് വാടകയ്ക്കെടുത്തിട്ടത്. പക്ഷേ അങ്ങനെയുള്ള അടിയന്തര ഘട്ടം വരുമ്പോൾ സാമാന്യനെ മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുകയായിരുന്നു. ഇപ്പോഴും നമ്മൾ വയനാട്ടിലെ ആവശ്യത്തിന് നേവി ഹെലികോപ്റ്ററിൻ്റെ സഹായം തേടിയിരുന്നു, ഉപയോഗിച്ചിരുന്നു. അതിനവർ വാടകയ്ക്ക് ബില്ലയച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ആവശ്യമുള്ളപ്പോൾ നേവിയുടെ ഹെലികോപ്റ്റർ കിട്ടുമെന്നിരിക്കെ സ്ഥിരമായി ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത് സംവിധാനം ചെയ്ത് വെച്ചിരിക്കേണ്ട കാര്യം എന്താണ് എന്നത് അത് ആരംഭഘട്ടത്തിൽ മുതലേ വിമർശനമുയർന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ പൊതുവേ ഇത്തരം കാര്യങ്ങളോട് മുഖ്യമന്ത്രിക്ക് ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു സമീപനമാണ്. ആർഭാടത്തോടൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു എന്താ പറയുക അഭിനിവേശമുള്ളതായി തോന്നാറുണ്ട്. ഈ 42 വാഹനങ്ങൾ അകമ്പടി, ഈ ഹെലികോപ്റ്റർ വെറുതെ ആണെങ്കിലും ഞങ്ങൾക്കൊരു ഹെലികോപ്റ്റർ ഉണ്ട്, ആളുകളുടെ കീശയിൽ നിന്ന് പിഴിഞ്ഞെങ്കിലും ഞങ്ങൾ അതിൻ്റെ പണം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ കാണിക്കാനുള്ള. കേരളത്തിലെ പാവപ്പെട്ടവർക്ക് പെൻഷൻ ഇല്ല. ഒരു മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു മുതുമുത്തശ്ശി, അങ്ങനെ തന്നെ പറയണം, അവർ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടാൻ ഇറങ്ങിയപ്പോഴാണ് ഈ സർക്കാർ നാണക്കേട് കൊണ്ടൊന്ന് ഉണർന്നത്. ക്ഷേമ പെൻഷൻ കൊടുത്ത ഇടുക്കിയിലെ അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ശമ്പള വർധനവിന് വേണ്ടി വേതന വർധനവിന് വേണ്ടി ആശാ വർക്കർമാർ 28 ദിവസമായിട്ട് സമരം നടത്തും സെക്രട്ടേറിയറ്റിൽ. അപ്പോൾ അതുപോലെ പല മേഖലയിലും പല തലങ്ങളിലും ഗവൺമെൻറ് സാമ്പത്തിക ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതുപോലുള്ള പാഴ്ചെലവ് വരുന്നത്. ഈ ഹെലികോപ്റ്റർ എത്ര തവണ മുഖ്യമന്ത്രി ഉപയോഗിച്ചു, അതിന് വന്ന അഡീഷണൽ ചെലവ് എത്ര എന്നൊക്കെ വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്ക് കിട്ടിയ മറുപടി വെളിപ്പെടുത്താനാവില്ല, ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള എന്നുള്ള വിവരങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് സുതാര്യത എന്ന് പറയുന്നത് പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സുതാര്യമല്ല.
ഈ പരിപാടി. പിന്നെ കേരള ചീഫ് സെക്രട്ടറി ഈ ഹെലികോപ്റ്റർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, അദ്ദേഹത്തിന് ഉപയോഗിക്കാം ആവശ്യം വന്നാൽ, പക്ഷെ അങ്ങനെ വേണ്ടി വന്നില്ല. അപ്പോൾ എന്നിരിക്കെ വളരെ വല്ലപ്പോഴും വൺസ് ഇൻ എ വൈൽ മാത്രം വേണ്ടി വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും വലിയ കരുതൽ വേണം. ഇല്ലെങ്കിൽ അത്രത്തോളം ഇത് വേറെ രീതിയിൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ വിശാലമായി ചിന്തിക്കാമായിരുന്നു. കേരളിനെ പോലെ ഭീമൻ പദ്ധതികളിൽ ആവിഷ്കരിച്ച് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഗവൺമെൻറ്റിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ചെറിയ വിമാന സർവീസുകൾ നടത്താം. അത് പണ്ട് പല ഗവൺമെൻറ്റുകളുടെയും കാലത്ത് ആലോചനയിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഹൈവേകളിലൂടെയുള്ള യാത്ര അപകടകരവും ദുരിതപൂർണവും സമയനഷ്ടവും ഒക്കെ വരുത്തുന്ന കേരളത്തിലെ റോഡ് സഞ്ചാരം ഭയങ്കര റിസ്ക്കിയാണ്. ആ നിലയിൽ അതിനൊരു ലഘുത്വം ഉണ്ടാക്കുവാനും അത്യാവശ്യം ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഓരോ ജില്ലയിലേക്കും കൊച്ചു വിമാനത്താവളങ്ങളുണ്ടാക്കി എയർ ടാക്സി സർവീസ് ഏർപ്പെടുത്തുകയാണെങ്കിൽ 14 ജില്ലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടില്ലേ? വേഗം എത്താമല്ലോ. അതിന് സ്വകാര്യ കമ്പനികൾ നിർബാധം ആ സർവീസ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയല്ലേ ഗവൺമെൻറ് വേണ്ടേ? ആകാശത്തൂടെ കൂട്ടിയിടിയൊന്നും നടക്കില്ല. വലിയ അപകടം, റോഡ് ആക്സിഡൻറ്റിൽ 4000-ലേറെ പേർ വർഷത്തിൽ മരിക്കുന്ന ഒരു നാടാണിത്. ഒരുപക്ഷെ ഇന്ത്യയിലെ നമ്പർ 1 കേരളത്തിൻ്റെ നമ്പർ 1 ഇതും വരും. റോഡ് അപകടങ്ങളിലെ മനുഷ്യനാശം, ആത്മഹത്യയിലെ നിരക്ക്, ഇതുപോലെയൊക്കെ തന്നെ. അപ്പോൾ അതുപോലെ ഗതാഗതത്തിന് ഈ ആകാശമാർഗം കേരളത്തിന് ഫലപ്രദമായി ചെയ്യാമെന്നിരിക്കെ ലക്ഷം കോടി രൂപ ഉപയോഗിച്ച് കേരയിൽ പോലെ വിഭാവന ചെയ്യുകയും ഇങ്ങനെ വാടകയ്ക്ക് ഹെലികോപ്റ്റർ ഇട്ട് ഭാരിച്ച നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഭാവനാപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ കേരളം വ്യവസായം വരുന്നില്ലെന്നല്ലേ പറയുന്നത്. ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ബലപ്പെടുകയാണെങ്കിൽ വ്യവസായികളും വരും, എല്ലാ സാമാന്യ ജനങ്ങളും വരും. കേരളത്തിലെ എല്ലാ മനുഷ്യരും 40% ജനങ്ങൾ നിരന്തരം യാത്രയിലാണ്. അവർ മണ്ണിൽ നിൽക്കുന്നത് വളരെ കുറവാണ്. ഒന്നീ ആകാശത്താവില്ല, ട്രെയിനിലാകും, ഇല്ലെങ്കിൽ ബസ്സിലാകും, കാറിലാകും. ഇതുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് 40% മലയാളി. ഇത്രയും മൊബിലിറ്റിയുള്ള ജനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ശീലന്മാരുടെ ഒരു നാട്ടിൽ ഈ ആകാശ സഞ്ചാര സൗകര്യത്തിൻ്റെ വ്യവസായ സാധ്യത ഗവൺമെൻറ് ചിന്തിക്കേണ്ടതല്ലേ? ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കിട്ട് ജനങ്ങളുടെ ഖജനാവ് മുടിപ്പിക്കുന്ന അവസ്ഥ ഒഴിവാക്കുകയും ചെയ്യാം. അതൊരു സംരംഭമാക്കി, അത് ആശ്വാസകരമായ ഒരു സംരംഭം, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംരംഭമായി വളരുകയും ചെയ്യും. അതെ, ഇതിലൊക്കെ കയറാനൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? ഇതിനൊരു ടൂറിസം പോലെ അത്തരത്തിൽ അല്ലേ? ആ ടൂറിസ്റ്റ് സാധ്യതകളുണ്ട്. നമുക്കിപ്പോൾ നിലയ്ക്കൽ അവിടെ എവിടെയെങ്കിലും വിമാനത്താവളം വരുമെന്നല്ലേ നിലയ്ക്കൽ. അവിടെ ശബരിമലയിലേക്ക് അത്യാവശ്യം പോകേണ്ടവർക്ക് ഈ ഉത്സവകാലത്ത്, മണ്ഡലവിളക്ക് കാലത്ത്, മകരവിളക്ക് കാലത്തൊക്കെ പോകേണ്ടവർക്ക് പത്തനംതിട്ടയിലെ ആ ഭാഗത്ത് ഒരു വിമാന സർവീസ് ഉണ്ടെങ്കിൽ ഈ റോഡിലെ പരക്കം പാച്ചിൽ ഒഴിവാക്കുകയും ചെയ്തുകൂടെ? ഇന്ത്യയിലെ ഏത് സ്ഥലത്തുനിന്നും ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും വരാമല്ലോ. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ അഴിമതിയുടെ പുരളാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ചെറിയ 62 കോടി രൂപയുടെ പദ്ധതിയാണ് 3 കൊല്ലത്തേക്ക് വാടകയ്ക്ക് എടുത്തിരുന്നത്. 62 കോടി രൂപയാണ് ഉപയോഗിച്ചില്ലെങ്കിലും കൊടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് എത്രമാത്രം വലിയ അഴിമതി നടത്താൻ. ഇന്നത്തെ കാലത്തെ അഴിമതിയുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത് ഒരു നിസ്സാരമായ തുകയാണ്.